ഇന്ന് നവംബർ 21. ഫിഫ ഖത്തർ ലോകകപ്പിന്റെ കിക്ക് ഓഫിലേക്ക് കൃത്യം 2 വർഷം. കോവിഡ് പ്രതിസന്ധികളെ അതിജീവിച്ച് ലോകകപ്പ് തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് തന്നെയാണ് ഖത്തറും ഫിഫയും. ഒരുക്കങ്ങളുടെ ഭാഗമായി 8 സ്റ്റേഡിയങ്ങളിൽ 3 ഖത്തർ അമീർ ഹിസ് ഹൈനസ് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി രാജ്യത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു. അവശേഷിക്കുന്ന 5 സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണവും അടിസ്ഥാന സൗകര്യങ്ങളും അവസാന ഘട്ടത്തിൽ. ഖലീഫ രാജ്യാന്തര സ്റ്റേഡിയം 3ാം സ്ഥാനത്തിനുള്ള പ്ലേ ഓഫ് മത്സരങ്ങളുടെ വേദി. പൂർണ്ണമായും LED ലൈറ്റുകൾ ഉപയോഗിച്ചുള്ള പ്രഥമ ലോകകപ്പ് സ്റ്റേഡിയം. ആദ്യത്തെ ശീതീകരിച്ച ഓപ്പൺ എയർ സ്റ്റേഡിയവും ഖലീഫ രാജ്യാന്തര സ്റ്റേഡിയം തന്നെ. ക്വാർട്ടർ ഫൈനൽ വരെയുള്ള മത്സരങ്ങൾക്ക് വേദിയാകുന്നത് അൽ ജനൌബ് സ്റ്റേഡിയം. പരമ്പരാഗത പായ്ക്കപ്പലിന്റെ മാതൃകയിലുള്ള സ്റ്റേഡിയമാണിത്. മരുഭൂമിയിലെ വജ്രമെന്നറിയപ്പെടുന്ന സ്റ്റേഡിയമാണ് എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയം. ജാമിതീയ പാറ്റേണിൽ സങ്കീർണമായ ത്രികോണ മുഖമാണ് ഈ സ്റ്റേഡിയത്തിന്റെ പ്രത്യേകത. 2022 ലോകകപ്പ് മത്സരങ്ങളുടെ കിക്ക് ഓഫ് അൽബെയ്ത്ത് സ്റ്റേഡിയത്തിലാണ്. ഗ്രൂപ്പ് ഘട്ടം മുതൽ സെമി ഫൈനൽ വരെയുള്ള മത്സരങ്ങൾക്കുള്ള വേദി. ലോകകപ്പ് മത്സരങ്ങളുടെ ഫൈനൽ മത്സരവേദി ലുസൈൽ സ്റ്റേഡിയം. ഗ്രൂപ്പ് ഘട്ടം, ക്വാർട്ടർ, സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ലുസൈൽ വേദിയാകും. ക്വാർട്ടർ ഫൈനൽ വരെയുള്ള മത്സരവേദിയായ അൽതുമാമ സ്റ്റേഡിയം അറബ് രാജ്യങ്ങളിലെ പരമ്പരാഗത തലപ്പാവായ ഗാഫിയയുടെ മാതൃകയിലാണ്. ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ടം മുതൽ റൗണ്ട് 16 വരെയുള്ള മത്സരവേദി റാസ് അബു അബൌദാണ്. പൂർണ്ണമായും ഷിപ്പിംഗ് കണ്ടെയ്നർ കൊണ്ടുള്ളതും മാറ്റി സ്ഥാപിക്കാനും പുനരുപയോഗിക്കാനും കഴിയുന്നതുമായ ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലെ പ്രഥമ സ്റ്റേഡിയമാണിത്. മത്സരങ്ങൾക്കായി ഒരുങ്ങുന്ന അൽ റോയാൻ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണവും ഏറെക്കുറെ പൂർത്തിയാകുന്നു. ഖത്തർ തയ്യാറായി കഴിഞ്ഞു 2022 ഫിഫ ഖത്തർ ലോകകപ്പിനെ വരവേൽക്കാൻ. ലോകത്തിനു മുന്നിൽ തിളങ്ങുന്ന ഖത്തറിനൊപ്പം റേഡിയോ സുനോ 91.7 FM.